വാഹന നിയമ ഭേദഗതി കർശനമായി നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഇതോടെ നിയമലംഘനം സ്ഥിരമായി നടത്തുന്ന വാഹനങ്ങൾ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തും. നിയമലംഘനം നടത്തി പിഴ അടയ്ക്കാതെ മുങ്ങുന്നവർക്കും ഇതോടെ പിടിവീഴും. മലയാളികളെ സംബന്ധിച്ചിടത്തോളം റോഡ് നിയമങ്ങൾ പാലിക്കുന്നില്ല ഒരു വലിയ വിഷയമുണ്ട്. റോഡ് സംസ്കാരം തീരെ ഇല്ലാത്തൊരു വിഭാഗമായിട്ട് അതിനൊരു മാറ്റം വരുത്തണം. കാരണം ഫോൺ വിളിച്ചുകൊണ്ട് റോഡ് ക്രോസ് ചെയ്യരുതെന്ന് പലതവണ നമ്മൾ പറയുമ്പോൾ പോലും അതൊക്കെ ചെയ്യുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ കൃത്യമായി ട്രാഫിക് റൂളുകൾ പാലിക്കാതെ പോകുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ഇത്തരം നിയമങ്ങൾ വരുന്ന കുറച്ചുകൂടെ അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയുമെങ്കിൽ അത് നല്ലത് എന്ന രീതിയിലാണ് ഞാൻ വിലയിരുത്തുന്നത്. പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുമല്ലോ. കാരണം നടപടികൾ നടത്തുന്നതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളിലൊരു തീരുമാനം കൂടെ ഉണ്ടാക്കണം എന്നുള്ളതാണ്. പാർക്കിങ്ങും കാര്യങ്ങളൊന്നും കറക്റ്റല്ല, പക്ഷേ നിയമം അതിൻ്റെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. പാർക്ക് ചെയ്യാനുള്ള മെയിനായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എല്ലായിടത്തും. നല്ലൊരു തീരുമാനമാണ്. പല പ്രാവശ്യം നിയമലംഘനം നടത്തുന്നവർ വീണ്ടും അത് ആവർത്തിക്കുന്നതിന് അവർക്ക് പിന്മാറാനുള്ള ഒരു അവസരം കൂടിയാണ്. അത് നല്ല രീതിയിൽ നിയമത്തിൻ്റെ രീതിയിൽ തന്നെ നടപ്പാക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിയമം ലംഘിച്ചിട്ടാണല്ലോ അതിന് ചെല്ലാൻ കിട്ടുന്നത്. നിയമലംഘനം അത് തെറ്റ് തന്നെയാണ്. ചെറിയ കാര്യങ്ങളാണെങ്കിൽ ചിലപ്പോൾ ജീവൻ അപകടത്തിൽ വരുന്നൊരു വിഷയമായിരിക്കാം. അത് നിയമത്തിൻ്റെ രീതിയിൽ തന്നെ നടപ്പാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ഈ ട്രാഫിക്കിൻ്റെ നിയമങ്ങളും ഇതാവണം, സൗകര്യങ്ങൾ വേണം, പോകാനുള്ള റോഡിന് വികസനം വേണം. ഇതൊക്കെ വരുമ്പോഴാണ് അതിൽ കാര്യമുള്ളൂ.